ISSD. ഇനി പഠിക്കാം, ജയിക്കാം, നയിക്കാം. സോ താങ്കൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു സെൻസസ് എന്ന് പറയുന്നത് ഒരു ഗവർണൻസിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ബാക്ക് ബോൺ ആണ്. ഇതിൽ നിന്ന് കിട്ടുന്ന സ്റ്റാറ്റിസ്റ്റിക്സും ഇൻഫർമേഷൻ കുറിച്ചിട്ടാണ് ഒരു ചില ഇൻഫോംഡ് ഡിസിഷൻസ് വേണ്ടിയും റിസോഴ്സ് അലൊക്കേഷൻ വേണ്ടിയും പ്ലാൻസും പിന്നെ പ്രോജക്ട്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പോകുന്നത്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ എല്ലാ ഡേറ്റ വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടാണ്. ഏത് ഒരു വ്യക്തിനോ ഇല്ല ഒരു വീടിനോ കുറിച്ചിട്ടുള്ള ഒരു ഡേറ്റ നമ്മൾ കൊടുക്കാൻ പോകുകയില്ല. ഓൺലി ദ അഗ്രിഗേറ്റഡ് ഡേറ്റ മാത്രമാണ് അടുത്ത കാലഘട്ടത്തിൽ പോളിസി മേക്കിങ്ങിനും മറ്റുള്ള കാര്യത്തിനും ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഡേറ്റ പ്രൈവസി സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെൻസസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനു വേണ്ടി നമുക്ക് എറണാകുളം ജില്ലയിൽ 23 ചാർജ് ഓഫീസേഴ്സ്മാരുണ്ട്. മുനിസിപ്പാലിറ്റി തലത്തിലും പിന്നെ താലൂക്ക് തലത്തിലും. അവരിന് വേണ്ടി 118 ഫീൽഡ് ട്രെയിനേഴ്സ് ഉണ്ട്. എന്യൂമറേറ്റേഴ്സ്, സൂപ്പർവൈസേഴ്സ് ട്രെയിൻ ചെയ്യാൻ വേണ്ടി. നമുക്ക് 1117 സൂപ്പർവൈസേഴ്സ് ഉണ്ട്, ഇൻക്ലൂഡിങ് റിസർവ്. പിന്നെ എന്യൂമറേറ്റേഴ്സ് ആക്ച്വലി നമ്മുടെ ഡേറ്റ കളക്ട് ചെയ്യുന്നത്, വീട്ടിലേക്ക് കയറി ഡേറ്റ കളക്ട് ചെയ്യുന്നത് നമ്മുടെ എന്യൂമറേറ്റേഴ്സ് ആണ്. ജനറലി ടീച്ചേഴ്സ്, പക്ഷേ മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർ കൂടെ ഉണ്ട്. 6538 6538 എന്യൂമറേറ്റേഴ്സാണ് എറണാകുളം ജില്ലയിൽ ഇൻക്ലൂഡിങ് റിസർവ് നമുക്കുള്ളത്. സോ ഇതിടെ 2 ഘട്ടത്തിലാണ് നമ്മൾ സെൻസസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാം ഘട്ടത്തിൽ ഈ ജൂലൈ മാസത്തിൽ ഹൗസ് ലിസ്റ്റിംഗ് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഓരോരോ വീടിന് ലിസ്റ്റ് ചെയ്യും. ഇത്ര വീടുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലിസ്റ്റ് ചെയ്യും. ചില ബേസിക് ഡേറ്റ ആ വീടുകളുടെ തന്നെ നമ്മൾ എടുക്കും. പിന്നെയാണ് മാർച്ച് മാസത്തിൽ പോപ്പുലേഷൻ സെൻസസ് എന്ന് പറഞ്ഞാൽ ഹെഡ് കൗണ്ട് എടുക്കുന്നത് മാർച്ച് മാസത്തിലായിരിക്കും. ഈ പ്രാവശ്യത്തെ ഒരു വിശേഷത എന്ന് പറഞ്ഞാൽ ഇത് ഇന്ത്യയുടെ ഫസ്റ്റ് ഡിജിറ്റൽ സെൻസസ് ആണ്. ആൻഡ് രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും അല്ലെ പേപ്പർ പെന്നൽ വരും എന്യൂമറേറ്റേഴ്സ് വന്നിട്ട് ഡേറ്റ കളക്ട് ചെയ്തിട്ട് പോകും. പക്ഷേ ഈ പ്രാവശ്യം ജനങ്ങൾ അവരുടെ ഡേറ്റ സബ്മിറ്റ് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ സെൽഫ് എന്യൂമറേഷൻ ഭാഗമാക്കാൻ പറ്റൂ. സോ ജൂൺ 16 നിന്ന് ജൂൺ 30 വരെയാണ് 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷൻ ടൈം ഉണ്ട്. ഇതിൽ എല്ലാ ജനതകളും sc.census.gov.in എന്ന വെബ്സൈറ്റിൽ കയറിയിട്ട് വളരെ സുഖമായിട്ട് കൊടുക്കാൻ പറ്റും. ഇൻഫാക്ട് ഇന്ന് രാവിലെ ഇത് ഓപ്പൺ ആയ ശേഷം ഓൺ ദ കാർ വീട്ടിൽ നിന്ന് കളക്ട്രേറ്റിലേക്ക് എത്തുന്ന വഴിയിൽ ഞാനൊരു 5 മിനിറ്റ് എടുത്തിട്ട് എൻ്റെ വീടിൻ്റെ സെൽഫ് എന്യൂമറേഷൻ ഞാൻ ചെയ്തു കഴിഞ്ഞു. എനിക്കൊരു സെൽഫ് എന്യൂമറേഷൻ 11 ഡിജിറ്റയുടെ സെൽഫ് എന്യൂമറേഷൻ ID കൂടെ SMS ആയിട്ട് വന്നിട്ടുണ്ട്. സോ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എല്ലാവരും തീർച്ചയായിട്ടും എറണാകുളത്തിൻ്റെ എല്ലാ ജനതകളും ഈ സെൽഫ് എന്യൂമറേഷനുടെ ഭാഗമാക്കണമെന്ന് പ്രത്യേകിച്ച് അഭ്യർത്ഥിക്കുന്നു. പിന്നെ ജൂലൈ 1 തീയതി ശേഷം എന്യൂമറേറ്റേഴ്സ് അവരുടെ വീട്ടിലേക്ക് എത്തും. ആ സമയത്തിൽ ഈ സെൽഫ് എന്യൂമറേഷൻ്റെ ID കാണിച്ചു കൊടുത്താൽ കുറേ കൂടെ നമ്മുടെ എന്യൂമറേറ്റേഴ്സ്ക്ക് എളുപ്പമാവും. അവർ ഫാസ്റ്റായിട്ട് ഈ കാര്യങ്ങൾ ചെയ്തിട്ട് പോകാൻ പറ്റും. ഓരോരോ എന്യൂമറേറ്റേഴ്സും 150 നിന്ന് 200 വീടുകൾ സന്ദർശിക്കേണ്ടതുണ്ട്. ഒരു 700 to 800 പോപ്പുലേഷനാണ് ഓരോരോ എന്യൂമറേറ്റേഴ്സ്ക്ക് ചാർജായിട്ട് കൊടുത്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ അവർ വരുമ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ID കാർഡ് ഉണ്ടായിരിക്കും. ആൻഡ് അവർക്ക് കൃത്യമായിട്ടുള്ള ഡോക്യുമെൻ്റ് ഉണ്ടായിരിക്കും അവരുടെ ഏതാണ് ഏരിയ എന്ന് പറഞ്ഞിട്ട്. സോ ജനങ്ങൾക്ക് ഇത് പെടേണ്ട ആവശ്യമില്ല. ആൻഡ് നോബഡി വിൽ ആസ്ക് ഫോർ എനി മണി, പൈസ ഒന്നും ചോദിക്കാൻ പോകുകയില്ല. ആ ഡേറ്റാസ് മാത്രമാണ്, ആ 33 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അത് മാത്രമാണ് ചോദിക്കാൻ പറ്റുന്നത്. അത് ഓൺലൈനിലും എല്ലാ സ്ഥലത്തിലും നമ്മൾ ഓൾറെഡി പബ്ലിഷ് ചെയ്തു കഴിഞ്ഞു. സോ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും തീർച്ചയായിട്ടും ഈ സെൽഫ് എന്യൂമറേഷൻ്റെ ആകണം. ആൻഡ് വികസിതത്തിൻ്റെ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ബാക്ക് ബോൺ, സെൻസസ് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ബാക്ക് ബോൺ ആണ്. അതിന് എല്ലാവരുടെ ഒരു മുൻകൈ എടുക്കണം. ഇതാണ് എനിക്ക് അഭ്യർത്ഥിക്കേണ്ടതുള്ളത്. മനോജ് എന്തെങ്കിലും പറയാം? എന്തെങ്കിലും ക്വസ്റ്റ്യൻ യു വോണ്ട് ടു ആഡ് സംതിങ്? ആൻഡ് വി ആർ ഓൾസോ ഇൻവോൾവിങ് എല്ലാ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസിനെ വെച്ചിട്ട് നമ്മൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. സോ ആസ് ടു ക്രിയേറ്റ് ദറ്റ് മൊമെൻറ്റം. അല്ല, മസ്റ്റ് അല്ല, പക്ഷേ ഇറ്റ് ഈസ് പ്രിഫേർഡ്, എൻകറേജ് ചെയ്യുന്നുണ്ട് നമ്മൾ. യെസ്, വളരെ സിമ്പിളായിട്ടുള്ളതാണ്. വെബ് പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. കമ്പൽസറി അല്ല, പക്ഷെ ചെയ്താൽ നന്നായിരിക്കും. അല്ല, ഈ സെൽഫ് എന്യൂമറേഷൻ ID കൊടുത്താൽ അവർക്ക് മതി. പിന്നെ ആക്ച്വലി 33 ചോദ്യങ്ങളുണ്ടല്ലോ, അതിൽ 29 ചോദ്യങ്ങളാണ് ഈ സെൽഫ് എന്യൂമറേഷൻ സമയത്തിൽ ചെയ്യുന്നത്. ബാക്കി 4 ചോദ്യങ്ങൾ പിന്നെയും ഉണ്ടായിരിക്കും.
ഈ സെൽഫ് എന്യൂമറേഷൻ ID കൊടുത്തിട്ട് ബാക്കി 4 ചോദ്യങ്ങൾ കൂടെ പൂർത്തീകരിച്ചിട്ട് പിന്നെ അവർക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. വെബ് പോർട്ടലാണ്. യെസ്, ಅದರ വീഡിയോസ് എല്ലാം നമ്മുടെ PRDലിനെയും നമ്മൾ കൈമാറുന്നുണ്ട്, ട്രെയിനിങ് വീഡിയോസ് എല്ലാം. യെസ്, നമ്മൾ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റിനു ചാർജ് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ SC ഡെവലപ്മെൻറ്റ് ഓഫീസർ എല്ലാ SC ഉന്നതികളിൽ SC പ്രൊമോട്ടർ വെച്ചിട്ട് ചെയ്യും. പിന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ST പ്രൊമോട്ടറിനെ വെച്ചിട്ട് ട്രൈബൽ ഉന്നതികളിൽ ചെയ്യുന്നതായിരിക്കും. അതേമാതിരി നമ്മൾ സ്കൂൾ കുട്ടികളെ എൻകറേജ് ചെയ്യുന്നുണ്ട്, സ്കൂൾ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തിൽ അവരുടെ പേരൻസിനെ ചെയ്യിപ്പിക്കാൻ. പിന്നെ കുടുംബശ്രീ നമുക്കൊരു നല്ല സപ്പോർട്ട് തരണമെന്ന് തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. സോ ഒത്തിരി കുടുംബശ്രീ അയൽക്കൂട്ടുകളുണ്ട്. അവരെല്ലാവരും ഇന്ന് ആക്ച്വലി ഐ എം കണ്ടക്ടിങ് എ മീറ്റിംഗ്, എല്ലാ CDS ചെയർപേഴ്സൺമാരുടെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ലാതെ നമുക്ക് ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറഞ്ഞത് നമ്മുടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണ്. അവിടുത്തെ മെമ്പേഴ്സിനും അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും പിന്നെ എഡ്രാക് മാതിരിയുള്ള റെസിഡൻറ്റ് വെൽഫെയർ അസോസിയേഷനുടെ അപെക്സ് ബോഡി, ഇങ്ങനെ ഒത്തിരി പേരെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട് ടു മോട്ടിവേറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു അവയർനെസ് ഉണ്ടാവണം. സെൻസസ് ഇങ്ങനെ നടക്കുന്നുണ്ട്, എന്യൂമറേറ്റേഴ്സ് നമ്മുടെ വീട്ടിലേക്ക് വരും, അവർക്ക് നല്ലതായിട്ട് കോപ്പറേഷൻ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു അവയർനെസ് വേണം. പിന്നെ ചെയ്യാൻ പറ്റുന്നവർക്ക് എല്ലാവരും സെൽഫ് എന്യൂമറേഷൻ ചെയ്യണമെന്ന ഒരു മോട്ടിവേഷൻ.